സിനിജി നമസ്കാരം. സാർ നമസ്കാരം. ഇനി അയാൾ പറയട്ടെ. ഇന്ന് 8 വർഷത്തിന് ശേഷം ആ വിധി വന്നിരിക്കുകയാണ്. ദിലീപിന് ആശ്വാസം. കോടതി സമക്ഷം നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അങ്ങനെയാണ് എന്ന് പറയാം. ഇതുവരെ നമ്മൾ കേട്ടത് ഒരു ഭാഗം മാത്രമാണ്. ഇനി കേൾക്കാനുള്ളതാണ് 2 ഭാഗവും. അതായത് അതിജീവിതയുടെ വാക്കുകൾ മാത്രമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി ദിലീപിന്റെ വാക്കുകൾ. ദിലീപ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. മഞ്ജു വാര്യരുടെ ഒരു വാക്കിൽ നിന്നാണ് എന്നിലേക്ക് ആ കണ്ണുകൾ എത്തിയത് എന്നുള്ളത്. മഞ്ജുവിൽ നിന്നാണ് തുടക്കം, ദിലീപിന്റെ തുടക്കം. അതായത് ഈ കേസ് കഴിഞ്ഞ് ആദ്യമായി ദിലീപ് പറയുന്ന പേരും മഞ്ജു വാര്യരുടെ പേരാണ്. ദിലീപിനെ കൊടുക്കാൻ കോടികൾ ഒഴുകിയിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ചില സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതിജീവിതയ്ക്ക് ഉള്ള പ്രശ്നം എന്താണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ദിലീപ് പറയുമ്പോൾ? അതിലൊരുപാട് കാര്യങ്ങൾ ദിലീപിന് പറയാനുണ്ടെന്ന് ഒരു ഇന്റർവ്യൂവിൽ ഇതിനു മുൻപ് ദിലീപ് തന്നെ പറഞ്ഞു. ഈ കേസിന്റെ വിധി വരുന്നു കഴിയുമ്പോൾ സത്യാവസ്ഥകളെല്ലാം ഞാൻ പുറത്തു പറയും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ദിലീപ് പറയുമ്പോൾ ഞെട്ടാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും? ദിലീപ് പറഞ്ഞല്ലോ, അതിനകത്തൊന്നും നീ എല്ലാം വായിക്കാം. ദിലീപ് പറഞ്ഞു, ഞാൻ ഇതിനകത്ത് വരാൻ കാരണം മഞ്ജുവാണ്. മഞ്ജു പറഞ്ഞു ഇതിനകത്തൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു. ശേഷം ഇപ്പോൾ വരുന്ന വാർത്തകൾ, മാധ്യമങ്ങളിൽ കൂടുന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി പറഞ്ഞല്ലോ, വളരെ നേരത്തെ എഴുതി വെച്ചിരുന്ന വിധി 4 വർഷം മുമ്പ് സന്ധ്യ, ഈ നമ്മുടെ ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസർ, ഒരുപക്ഷെ ഇവിടുത്തെ DGP വരെ ആവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു വനിത, അവരുടെ ചെയ്തി എന്താണെന്ന് മനസ്സിലാക്കി പിണറായി വിജയൻ വളരെ കൃത്യമായിട്ട് മാറ്റി നിർത്തി. അവർ പറഞ്ഞില്ലയോ, ഇവിടെ കൊണ്ട് തീർന്നില്ല, നീതി ലഭിച്ചില്ല, ഇതിന്റെ പുറകെ പോകണം. അപ്പം അവിടെ എന്തായി അതിന്റെ? പിന്നെ ഈ റിമാ കല്ലിക്കൻ പറഞ്ഞു കേട്ടോ, അതിജീവിയുടെ ഷോക്കിൽ നിന്നും അവർ മുക്തരായിട്ടില്ല. വിധിയുടെ അതിജീവിത ഷോക്കിൽ നിന്നും അതായത് വിധി ന്യായമായ വിധി, അതായത് അവർക്ക് അനുകൂലമല്ലാത്ത, അവർ തീരുമാനിച്ചിരുന്ന, അവർ ഈ ഗൂഢാലോചന നടത്തിയിരുന്ന ദിലീപിനെതിരെ ഏതോ ഒരു അജണ്ട വെച്ചിട്ട് ഗൂഢാലോചന നടത്തിയിരുന്ന കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ ഇതുവരെ നടന്നതെല്ലാം നീതികേടാണെന്ന് വളരെ കൃത്യമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന, വിധിക്ക് ശേഷം ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് മാധ്യമങ്ങൾക്കും അതേ ലൈനിലാണല്ലോ സംസാരിക്കുന്നത്. കോടതി ആർക്ക് വേണ്ടിയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ എന്നൊക്കെ ഉള്ളത്. രാമൻപിള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, വളരെ കൃത്യമായിട്ട് സന്ധ്യയുടെ ക്രിമിനൽ ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതായത് ദിലീപിനെ പെടുത്തുന്നതിന് വേണ്ടി സന്ധ്യക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. സന്ധ്യ അന്വേഷിക്കാൻ ഉണ്ടാക്കിയത് ടീമിനകത്തില്ല. സന്ധ്യ ചോദിച്ചു മേടിച്ച് അന്വേഷിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പോലും തെളിവുകളെല്ലാം എഗൻസ്റ്റ് ആണെന്ന് ബോധ്യപ്പെടുത്തി. അന്നേരം മുഖ്യമന്ത്രി പറഞ്ഞു, തെളിവുകൾ എഗൻസ്റ്റ് ആണ്, കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്തു. 8 കൊല്ലം കൊണ്ട് അയാൾക്കെതിരെ തെളിവുകൾ അന്വേഷണം നടക്കുമായിരുന്നു. ഇപ്പോഴും തെളിവില്ലാത്തതുകൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ഗൂഢാലോചന, കാരണം അയാളുടെ കയ്യിലായിരുന്നു എല്ലാം. അപ്പം അയാളെ തകർക്കണം, അതിനുവേണ്ടി ഒരുക്കാം. പിന്നെ മഞ്ജു വാര്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, കുടുംബ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട്, അതൊന്നുമല്ല, അതിനപ്പുറം ഒരു വലിയ ബിസിനസ് ഉണ്ട്. കാരണം ഇവർക്കെല്ലാം കൂടി നമ്മൾ അറിയുന്നത് ശരിയാണെങ്കിൽ ഈ അതിജീവിത എന്ന് പറയുന്ന ആൾ ദിലീപിന്റെ ഭാഗമായിട്ട് നിന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. 60 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഇപ്പോഴും കോടതി ഇടപെട്ട് ക്രയവിക്രയം നടത്താൻ പാടില്ല എന്നുള്ള രീതി തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ജു വാര്യർ ഈ പറയുന്ന പോലീസ് ഓഫീസറുമായിട്ടുള്ള ഒരു ബന്ധം, ആത്മബന്ധം ഈ കേസിനെ വളരെ കൃത്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്. വേറെ ചില കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ നമുക്കറിയത്തില്ല. ഏതാണ്ട് 9 കോടി രൂപയോളം കൈക്കൂലി ഇനത്തിൽ ഈ ദിലീപിനെ പ്രതിയേർക്കുന്നതിന് വേണ്ടി ഈ അവസരത്തിൽ മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് മാത്രമല്ല, 8 കൊല്ലം കൊണ്ട് ചില മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് മറ്റെല്ലാ കേസും വരുമ്പോൾ, നാളെ ഇലക്ഷൻ ആണല്ലോ, എന്നിട്ട് പോലും ഇന്ന് പിന്നെ വിധി വന്നെയാണെന്ന് പറയും. എത്ര ദിവസം കൊണ്ട് ഇന്നലെ തൊട്ട് വിധി അതിജീവിതയ്ക്ക് അനുകൂലമാകുമോ, വിധി അതിജീവിതയ്ക്ക് അനുകൂലമാകുമോ എന്ന് വെച്ചാൽ മാധ്യമത്തിന് നമ്മളറിയാമല്ലോ, മാധ്യമത്തിന് ഒരു ജുഡീഷ്യറിയെ വരെ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാര്യം അവരുടെ ചിന്തയാണ് മാധ്യമങ്ങളിൽ കൂടി പറയുന്നതെന്ന് ജുഡീഷ്യറിക്കും അല്ലെങ്കിൽ പലർക്കും തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിപ്പിക്കാൻ ഒക്കുന്നതാണല്ലോ മാധ്യമത്തിന്റെ ഒരു കാരണം. നിരന്തരം ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ജനമെല്ലാം ആ രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് ചിന്തിക്കുമല്ലോ. അപ്പോൾ അതിന് മാധ്യമത്തിന് വലിയ പങ്കുണ്ട്. മൊട്ടേറിൻ്റെ ഒക്കെ ഒരു ജോലി എന്തായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോൾ ഇപ്പം അവർ പറഞ്ഞതിനകത്തുനിന്ന്, ദിലീപ് പറഞ്ഞതിനകത്ത് തുടക്കം ഇറങ്ങി വന്ന ആദ്യമേ പറഞ്ഞതാണ്, ഇതുവരെ വിങ്ങലോടുകൂടി പറയാൻ പറ്റത്തില്ല കോടതിയിൽ നടക്കുന്നവർക്ക്. ആദ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ കേസിനകത്ത് ഞാൻ ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവാൻ കാരണം ഒറ്റ മൊഴിയാണ്, ക്രിമിനൽ ഗൂഢാലോചന നടന്നിരിക്കുന്നു, അതിനകത്ത് ദിലീപ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിനകത്തു നിന്ന് പിടിച്ചു കയറിയാണ്
ഈ 8 കൊല്ലം നമ്മളീ പറയുമ്പം ശിക്ഷിച്ചില്ലയോ എന്നുള്ളതല്ല, ഈ 8 കൊല്ലം അയാൾക്ക് എന്തൊക്കെ നഷ്ടമായി? ഈ 8 കൊല്ലം അയാൾ എന്തെല്ലാം രീതിയിലുള്ള മാനസിക സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതെല്ലാം ഒരു വലിയ ശിക്ഷ തന്നെയല്ലേ? മാത്രമല്ല ഇപ്പോഴും സിനുജി ആലോചിക്കണം, നമ്മൾ ആലോചിക്കണം, അയാളെ കുറ്റക്കാരൻ അല്ലെന്ന് കോടതി വിധിച്ചണക്കുകയും അയാളെ കുറ്റക്കാരനായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സമൂഹം, അതിനുവേണ്ടി പാടുപെടുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇതെല്ലാം കാശിൻ്റെയും മറ്റതിൻ്റെയും മറിച്ചതിൻ്റെയും അവസ്ഥയിൽ മാറിപ്പോയതാണ്, അയാൾ കുറ്റക്കാരനാണ്, അയാൾ വിലക്കെടുത്തതാണ് വിധി എന്നുള്ള രീതിയിലല്ലേ സംസാരം വരുന്നത്. അപ്പോൾ അതിനകത്തൊരു ഗൂഢാലോചന തന്നെയുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം ഈ എറണാകുളത്ത് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഒരു വലിയ സിനിമാ പ്രവർത്തകർ യോഗം നടക്കാം. ഈ യോഗത്തിൽ വെച്ച് മഞ്ജു വാര്യർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞതാണ് ഇതിന് പിന്നിൽ ഒരു ക്രിമിനൽ കോൺസ്പിറസി പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ചടങ്ങിൽ. അപ്പൊ ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ പിടിച്ചിട്ട് പിന്നീട് ആരൊക്കെയോ ചേർന്ന് അതൊരു ഗൂഢാലോചനയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടാക്കുന്നു. ഇതിൽ ദിലീപ് ഇപ്പം ജാമ്യം ഈ വെറുതെ വിട്ടതിന് ശേഷം പുറത്തു വന്നപ്പോൾ പറഞ്ഞത്, എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ചില പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്ത കള്ളക്കഥയും ഒപ്പം കുറച്ച് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണവുമാണ്. അങ്ങനെയാണെങ്കിൽ ദിലീപിനെ കുരുക്കാൻ ഉദ്ദേശിച്ചവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇനി പറയണം. ഇനി ദിലീപിനെ തന്നെ അറിയാമെങ്കിൽ ആരൊക്കെയാണെന്നുള്ളതും വ്യക്തമാക്കണം. ഇവിടെ ഇപ്പം കുറച്ച് പൈസ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു, ദിലീപും മഞ്ജു വാര്യരും സന്ധ്യ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥയും തമ്മിലുള്ള ബന്ധം പറയുന്നു. ഇതൊക്കെ തന്നെ ദിലീപ് ഒരു പരസ്യ സംവിധായകനുണ്ട്, അദ്ദേഹത്തിന്റെ പേരെന്തോ, ശ്രീകുമാർ അല്ലേ? ഇതൊക്കെ തന്നെ കണക്റ്റഡ് ആണ്. അവരും മഞ്ജു വാര്യരും തമ്മിലുള്ള അടുപ്പം പറയുന്നു. ഇവിടെ മാത്രമല്ല, ഇപ്പോഴും ദിലീപിനെ അങ്ങോട്ട് വെറുതെ വിട്ടുമല്ല, ദിലീപ് കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞിട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകളുടെ മനോനില ഇപ്പോഴും ഉണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ നമുക്ക് ദൃശ്യമാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്ത മുഴുവൻ ദിലീപ് കുറ്റക്കാരനാണെന്നുള്ളതാണ്. പക്ഷെ അന്ന് മുതൽ ഉയർന്നു വരുന്ന ഒരു വാദം, ദിലീപിനെതിരെ കൃത്യമായ തെളിവുകളില്ല. ഇത് കോടതിയിൽ ചെല്ലുമ്പോൾ നിൽക്കില്ല, ചാനൽ മുറിയിലെ ചർച്ചയിലൊക്കെ തന്നെ ധീരം വാദിക്കാൻ പറ്റും. പക്ഷേ ഇത് തെളിവുകളുടെ അഭാവത്തിൽ കോടതിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും പറയുന്നത് ദിലീപ് അങ്ങനെയല്ല, ദിലീപ് ഇങ്ങനെയല്ല, ദിലീപിനെതിരെ വീണ്ടും അങ്ങനെ പോകണം ഇങ്ങനെ പോകണം. അപ്പോൾ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും പീഡിപ്പിച്ച് ക്രൂരമായിട്ട് നശിപ്പിക്കുന്നത്, അയാൾ പറയുന്നത് എൻ്റെ സിനിമാ ജീവിതം തകർക്കാൻ, എൻ്റെ കരിയർ നശിപ്പിക്കാനായിട്ട്, എന്നെ ഇല്ലാതാക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചില വസ്തു ഇടപാടുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ വസ്തു ഇടപാടുകൾ നടത്തിയത് ആരാണ്? ഈ വസ്തു ഇടപാടുകൾക്ക് പിന്നിൽ ദിലീപിൻ്റെ റോൾ എന്താണ്? ദിലീപ് തന്നെ ഒരുപക്ഷെ തുറന്നു പറയുമായിരിക്കും. ഇനി അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പരസ്യ ചിത്രങ്ങളുടെ സംവിധായകൻ, ഈ സംവിധായകനകത്ത് എന്ത് റോളാണുള്ളത്? ഈ സംവിധായകനും ദിലീപും തമ്മിൽ അടുപ്പമായിരുന്നല്ലോ, പിന്നീട് എങ്ങനെയാണ് ഈ ബന്ധം വേർപെട്ടു പോയത്? മഞ്ജു വാര്യർ ഉടനെ ഈ സംവിധായകനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും കാലം കാത്തു വെച്ചിരിക്കുന്ന ചില നീതികളുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവരെല്ലാം തമ്മിൽ അടിച്ചു പിരിയുന്നു, ഒടുവിൽ ദിലീപിന് നീതി കിട്ടുന്നു എന്ന രീതിയിലേക്ക് വരുന്നത്. ഇപ്പം ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ, കുഴപ്പമില്ല, പൊതുസമൂഹം അത് ഏറ്റുവാങ്ങും. പക്ഷേ ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോഴും ദിലീപ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഹൈക്കോടതിയിൽ പോകണം, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിൽ പോകണം, എന്തായിരിക്കും ഇവരുടെ? അല്ല, ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യം തന്നെ പറഞ്ഞു, ഇതിനകത്ത് WCC എന്ന് പറഞ്ഞൊരു സാധനം ഇതിന് ശേഷം വിമൻ കളക്റ്റീവ്, ഇതിന്റെ പുറകിൽ ആരാണെന്നറിയാം? ഇത് ഉണ്ടാക്കിയ സമയത്ത് ഇതിന്റെ പുറകിൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുത്തതും ഏറ്റവും കൂടുതൽ മെനക്കെട്ടതും ഇതിനെ അത്ര ഹൈപ്പിലെത്തിക്കുന്നതിനും ശ്രമിച്ച ഒരാളാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ നല്ല ഒന്നാം തരം. മഞ്ജു വാര്യർക്ക് എങ്ങനെ കളിക്കണം, എവിടെ കളിക്കണം, എങ്ങനെ നിൽക്കണം, അതായത് വളരെ കൃത്യമായി ഞാൻ അവരെ പറ്റി മനസ്സിലാക്കിയെടുത്തോളം ജനത്തിന് മനസ്സിലാവാത്ത കൃത്യം ഒരു പൊളിറ്റീഷ്യൻ, നല്ലൊരു രാഷ്ട്രീയക്കാരെ കാട്ടി എടുക്കണം. കാരണം അവരാ WCCയെ വളരെ കൃത്യമായിട്ട് ദിലീപിനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ അറ്റം വരെ കൊണ്ടുപോകാമോ, ഉപദ്രവിച്ചതിന് ശേഷം അത് ഞാൻ കളഞ്ഞു. അവര് WCCയുടെ ആരോപണം എന്തൊക്കെ ആർക്കെതിരെ എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ള അവർക്ക് വിഷയമല്ല. ദിലീപിന് വേണ്ടി അത് ഉപയോഗിച്ചു. അതിനുശേഷം അവർ പിന്നെ എന്തിലേക്കാ തിരിഞ്ഞ അമ്മ. അപ്പോഴും അവർ മാറിയിട്ട് അവരമ്മയുടെ കൂടെ പോയിട്ട് അവരവിടെ കരിയർ ഡെവലപ്പ് ചെയ്തു. ഈ പറയുന്ന നമ്മൾ പരസ്യ ചിത്രകനുണ്ടല്ലോ, അയാൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവർ ഈ കുടുംബത്തിനകത്ത് കയറി ഒരു പ്രശ്നം ഉണ്ടാക്കി അതിനകത്തുനിന്ന് പൊളിച്ച് ഇവരെ വെളിയിലെടുത്ത് ഇവരെ കാര്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ. പക്ഷെ അതുവരെയൊക്കെ നിന്നു കൊടുത്തു. അയാൾ പരസ്യ ചിത്രത്തിനകത്ത് വലിയ കക്ഷിയാണല്ലോ, പരസ്യ കമ്പനികൾക്ക് ഇവരെ പ്രൊഡ്യൂസ് ചെയ്തു. അവസാനം പരസ്യ കമ്പനിയായിട്ട് ഇവരെ നേരിട്ട് ഡീലായി. അവന്റെ വേറെ പേര് അല്ല, ഈ ശ്രീകുമാർ മേനോൻ പറഞ്ഞ് വിട്ടോ ഇല്ലെങ്കിൽ പണി മേടിക്കും. ശ്രീകുമാർ മേനോൻ വിട്ടു, മനസ്സിലായി. അപ്പൊ ഇവരൊരു കറക്റ്റ് കൃത്യം അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് റേഡിയോ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പേര് പോലും അവർക്ക് വന്നില്ലേ? അവരെല്ലാവരും ഹൈപ്പിക്കുവാണല്ലോ, അവർക്കൊന്നും ഒരു വിഷയമല്ലല്ലോ അവരുടെ കരിയർ. അപ്പൊ അതിനുവേണ്ടി അപ്പം ദിലീപും അവരാഗ്രഹിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥ അവർ പണി കൊടുത്തു. അപ്പം ഒരു നമ്മൾ പറയത്തില്ല, കെ കരുണാകരൻ അങ്ങനെ ചെയ്യാറുണ്ട്, മാണി അങ്ങനെ ചെയ്യാറുണ്ട്. കൃത്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ ഒരുക്കുന്നതിനും
അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ നല്ല മെയ്വഴക്കമുള്ളതും എന്നാൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ചാരിതയുള്ളതുമായിട്ടുള്ള സ്ത്രീയാണ്. ആരോടും ഒരു കംപ്ലൈൻറ്റ്. ദിലീപ് നല്ല മനുഷ്യൻ. ഇത്രയും നാളായിട്ട് അവരുടെ ലൈഫിനകത്ത് വേറെ ഏത് സ്ത്രീ അങ്ങനെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും വിഷയമുണ്ട്? ഒരു വിഷയമില്ല. അവരുടെ വായിന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തോ ക്വാളിറ്റി ഉള്ള ആൾ, എന്ത് നല്ല സ്ത്രീ. അപ്പം ആ രീതിയിൽ ഇപ്പം ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള, പക്ഷേ പ്ലാനിങ് എവിടെയോ എന്തോ അത് തെറ്റിപ്പോയി. അങ്ങനെയാണല്ലോ സത്യത്തിന്റെ ഒരു ഗുണം. കാരണം അവസാനം അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അല്ല, എനിക്ക് തോന്നുന്നത് സാർ ഇതൊക്കെ പറഞ്ഞ അവസാനിപ്പം എനിക്ക് തോന്നുന്നു ഇവർക്കിത് നേരത്തെ അറിയാം, ഇത് വിധി ഇങ്ങനെ വരൂ എന്നുള്ളത്. മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര പൊട്ടിയൊന്നുമല്ല, അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇതിലപ്പുറം ഈ ഒരുപക്ഷെ ദിലീപ് കാവ്യ ബന്ധം തിരിച്ചറിഞ്ഞതിന് ശേഷം ഒരു ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ഈ സൈലന്റ് കില്ലർ എന്ന് പറയും, ഏറ്റവും കൂടുതൽ നമ്മൾ അവരെയാണ് ഭയക്കേണ്ടതെന്ന് പറയും. സൈലന്റ് ആയിട്ട് ഒരാളെ കൊല്ലാൻ ഒരാളെ നശിപ്പിക്കാൻ മറ്റൊരാൾക്ക് കഴിയുമെന്ന് പറയും. അതുപോലെ ദിലീപ് എന്ന മനുഷ്യന്റെ കരിയർ, ജീവിതം, സമൂഹത്തിലെ അയാളുടെ വില എല്ലാം 8 വർഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ ഒരു മൗനത്തിലൂടെ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതിൽ അവർ വിജയിച്ചു, ഒരു 100% അവർ അതിൽ വിജയിച്ചു എന്നുള്ളതാണ്. ഇനി ഇന്ന് മുതൽ ദിലീപിന് ആശ്വാസമാണ്, നിരപരാധിയാണ് എന്ന് പറയാനായിട്ടില്ല. കാരണം ഹൈക്കോടതി, സുപ്രീം കോടതി ഒക്കെ ഇവിടെ ഉണ്ട്. അല്ല, എന്നാലും നിലവിൽ നിരപരാധി ഹൈക്കോടതി മാറ്റി പറയണം. കുറ്റത്തിൽ പ്രതിയല്ല, വെറുതെ വിട്ടിരിക്കുകയാണ്, പ്രതിയല്ല. അപ്പൊ ദിലീപ് ഇതായി. അപ്പൊ ഇനി ദിലീപിന് എന്താണ് പറയാനുള്ളത്? ആരാണ് ഇതിന്റെ പിന്നിൽ? തന്നെ കുടുക്കിയത് ആരാണ്? തീർച്ചയായിട്ടും അത് ദിലീപ് പറയണം. കാരണം ഇത്രയും നാളെ ദിലീപിനെ ക്രൂശിച്ചവർക്കൊക്കെയുള്ള മറുപടിയായിട്ട് ദിലീപ് അത് പറയുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിലീപ് അത് പറഞ്ഞു വയ്ക്കണം. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ ദിലീപ് അത്രയും വെളിപ്പെടുത്തൽ നടത്തും. കാരണം തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് പോലീസ് കള്ളക്കഥയാണ് ചമച്ചത്, മഞ്ജു വാര്യരുടെ പരാമർശം, ഇതെല്ലാം പറയാമെങ്കിൽ ദിലീപ് ഒരു തുറന്നു പറച്ചിലുണ്ടാകും, വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതെ.